Okay, good evening all. Today we are going to study negotiable instruments. Negotiable instruments. What is negotiable instrument? Negotiable instruments are those documents which are used for making payments and discharging business obligations. Negotiable instruments എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് പേയ്മെന്റ് ആൻഡ് ഡിസ്ചാർജ്. ബിസിനസ് ഓബ്ലിഗേഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേയ്മെന്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചെക്കും അതുപോലെ പ്രോമിസറി നോട്ടും ബാങ്ക് ഡ്രാഫ്റ്റും അതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനകത്ത് വരുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പ്രോമിസറി നോട്ട്. ഇപ്പൊ ഈ ബാങ്കിങ്ങിന് മുമ്പ് എല്ലാവരും പേയ്മെന്റിന്, ബിസിനസ് പീപ്പിളൊക്കെ പേയ്മെന്റിന് വേണ്ടിയിട്ട് എപ്പോഴും ചെക്കും പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന എല്ലാത്തിനുമാണ് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി ഓർ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ഫോർ കൺസിഡറേഷൻ. ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. വെറുതെ നമ്മൾ ഒരാൾക്ക്, ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ചെക്ക് നിങ്ങളിൽ ഒരാൾക്ക് തന്ന് നിങ്ങൾ അതുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ മിയർ ഡെലിവറി കൊണ്ട് അത് ട്രാൻസ്ഫർ ആകാണ്, അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകാണ്. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ഡോക്യുമെന്റ് ആണ് വിച്ച് കൺഫേഴ്സ് ലീഗൽ റൈറ്റ് ടു മണി ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മീൻസ് ലീഗൽ റൈറ്റ് ടു മണി, ലീഗൽ റൈറ്റ് ടു മണി ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ. വേറൊരാൾക്ക് വേണ്ടി നമ്മൾ മണി ക്രിയേറ്റ് ചെയ്യാണ്, വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ മിയർ ഡെലിവറി. The Negotiable Instruments Act ഉണ്ട്, 1881 ആണ്. According to this act, a negotiable instrument means a promissory note, bill of exchange or check payable either to order or to the bearer. then ഇതിനകത്ത് അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും ആണ്. പക്ഷെ അതിൽ ചെക്കാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, then what is check? What is the meaning of check? Section 6 of Negotiable Instrument Amendment Act of 2002 defines a check as a bill of exchange drawn on a specified banker. Bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand. And includes electronic image of a truncated check and check in the electronic form. ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. ചെക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഫാദറിന്റെ അക്കൗണ്ടിൽ ആർക്കെങ്കിലും അക്കൗണ്ട് കാണുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ചെക്ക് തന്നിട്ടുണ്ടാവും. ചെക്ക് ഒന്ന് എടുത്ത് നോക്കണം. അപ്പോ ഈ ചെക്ക് ഒരു ബാങ്കിന്റെ പേരിലുള്ള ചെക്കായിരിക്കും. അപ്പൊ നമ്മൾ എഴുതുന്ന ആർക്കാണ്? ബാങ്കിനാണ് എഴുതുന്നത്. അപ്പൊ അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ആരുടെ പേരിലാണ് എഴുതുന്നത്? സ്പെസിഫൈഡ് ബാങ്കർക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന, ക്യാഷ് തരാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. എപ്പോഴാണ് അത് കിട്ടുന്നത്? എപ്പോഴാണ്? ഈ ചെക്ക് കൊണ്ട് ചെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. So bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand. And it includes the electronic image of a truncated check. നമ്മൾ truncated check ഒക്കെ പഠിച്ചതാ. ഇലക്ട്രോണിക് ഇമേജ് കളക്ഷന് വേണ്ടിയിട്ട് അയക്കുന്ന ഇലക്ട്രോണിക് ഇമേജിനെ നമ്മൾ എന്താ പറയുക? ചെക്ക് എന്ന്. So as per this definition, check has certain features. What are they? It is a bill of exchange. It is always drawn on a specified banker. It is always payable on demand. It includes electronic image or truncated check and check in electronic form. What is check? It is a bill of exchange. It always drawn on a specified banker. It is always payable on demand, and it includes electronic image of a truncated check and check in electronic form. Then what are the requisites of a valid? ഒരു ചെക്ക് വാലിഡ് ആകണമെങ്കിൽ എന്തെല്ലാം റിക്വസിറ്റ്സ് ആണ് വേണ്ടത്? ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ചെക്ക് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. വെറുതെ നമ്മൾ ഓറൽ ഒരു ഡോക്യുമെന്റ് അല്ല, അത് റിട്ടൺ ഡോക്യുമെന്റ് ആയിരിക്കണം. The law does not lay any restriction to the writing material. Write may be പെന്നോ ടൈപ്പ് റൈറ്ററോ ടൈപ്പ് ചെയ്തോ പ്രിന്റഡോ എങ്ങനെ വേണമെങ്കിലും ആകാം, പക്ഷെ റിട്ടൺ ആകണമെന്ന് മാത്രമാണ് പറയുന്നത്. ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. അതിനകത്ത് കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല. ചെക്കിൽ നമ്മൾ പറയാൻ പറ്റത്തില്ല, ഇഫ് യു പേ മീ
ദിസ് മച്ച് ഐ വിൽ പേ യു, അങ്ങനെയല്ല. ഇഫ് എന്നുള്ള കണ്ടീഷൻ അതിനകത്ത് വരുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു പേ, നോട്ട് എ റിക്വസ്റ്റ് ടു പേ. റിക്വസ്റ്റ് അല്ല, ഓർഡർ ആണ് പേ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ആൻഡ് നോ കണ്ടീഷൻ ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ചെക്ക്. തേർഡ് വൺ മസ്റ്റ് ബി ഡ്രോൺ ഓൺ സ്പെസിഫൈഡ് ബാങ്കർ. ഏതെങ്കിലും ഒരു ബാങ്കറെ, നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് ഏതാണോ അവിടെ ആ ബാങ്കിനെ ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി ഡ്രോയർ. എഴുതുന്ന ആൾ ഒപ്പിടണം. ഓർഡർ മസ്റ്റ് ബി ഫോർ പേയ്മെന്റ് ഓഫ് ഫിക്സഡ് സം ഓഫ് ഉള്ളി. എത്രയാണ് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കണം. മണി മസ്റ്റ് ബി സർട്ടൻ ആൻഡ് പേ മസ്റ്റ് ബി സർട്ടൻ. ആർക്കാണോ, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിൽ സെൽഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പേ ടു നിതീഷ് ഓർ പേ ടു ഫറാസ്, പേ ടു അമീൻ, അങ്ങനെ എഴുതണം. പേ മസ്റ്റ് ബി സർട്ടൻ. Amount of check must be payable on demand. Check is always payable on demand. Banker must give payment of check as soon as it is presented for payment. കേട്ടോ, പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് പേയ്മെന്റ് നടക്കത്തുള്ളൂ. So these are the requisites of valid check. Then parties involved in check ആരൊക്കെ? ഡ്രോയർ, ഡ്രോയി ആൻഡ് പേ. എഴുതുന്ന ആളുണ്ടാകും, അതുപോലെ സ്പെസിഫൈഡ് ബാങ്കർ ഉണ്ടാകും, പിന്നെ മണി റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാകും. ആർക്കാണോ പണം കൊടുക്കേണ്ടത് അവർ. ചിലപ്പോൾ ഡ്രോയർ ആൻഡ് പേ മസ്റ്റ് ബി സെയിം പേഴ്സൺ. നമ്മൾ തന്നെ എഴുതിയിട്ട് നമുക്ക് തന്നെ പണം കിട്ടാനാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഡ്രോയർ ആൻഡ് പേ. Then difference between check and bill of exchange. Check, it can be drawn on specific. Check എങ്ങനെയാണ്? സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും. മറ്റേതാണെങ്കിൽ പേഴ്സൺസിന് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേഴ്സൺസ് തമ്മിലും ഇഷ്യൂ ചെയ്യാം. അതല്ലാതെ ഇൻക്ലൂഡിംഗ് ബാങ്കർ ആണ്. ചെക്ക് ഇസ് ഓൾവേസ് ഡ്രോൺ ഇൻ ഓൺ എ പ്രിന്റഡ് ഫോം. മറ്റത് വെറുതെ എഴുതി പെൻ കൊണ്ട് എഴുതിയാണെങ്കിലും നമുക്ക് ചെയ്യാം. ചെക്ക് എപ്പോഴും ഒരു പ്രിന്റഡ് ഫോമിലാണ് തരുന്നത്, എന്നിട്ട് അതിനകത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഇസ് നോട്ട് റിക്വയർഡ്. ചെക്കിനകത്ത് ഡ്രോയി അക്സെപ്റ്റ് ചെയ്യേണ്ട, പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എഴുതിയിട്ട് മറ്റേ ആളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. ഇറ്റ് ക്യാൻ ബി ക്രോസ്ഡ്, ഇറ്റ് കനോട്ട് ബി ക്രോസ്ഡ്. It is payable always on demand. It is always payable on demand. It is payable on demand or after a specified period. Bill of exchange ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിയുമ്പോഴും പേയ്മെന്റ് നടത്താം. നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് റിക്വയർഡ്. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് റിക്വയർഡ്. നോ ഡേയ്സ് ഓഫ് ഗ്രേസ് ആർ അലൗഡ്. അഡീഷണൽ ഡേയ്സ് ഒന്നും കൊടുക്കില്ല. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ട്. 3 ദിവസമൊക്കെ അധികം കൊടുക്കും പേയ്മെന്റിന്. ഡ്രോയർ can countermand payment before payment is made. നമ്മളൊരു ചെക്ക് എഴുതി ബാങ്കിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് പിൻവലിക്കാം, കൗണ്ടർമാൻഡ് ചെയ്യാന്ന് പറയും, ബാങ്കിനെ അറിയിക്കാം അതിന്റെ പേയ്മെന്റ് നടത്തണ്ടെന്നും പറഞ്ഞു. പക്ഷെ countermanding payment does not arise in case of bill of exchange. No stamp duty required for check, but bill of exchange requires stamp duty. Stamp paper എഴുതണം. പിന്നെ പേയ്മെന്റ് should be stopped on receipt of notice of death, insolvency. പക്ഷെ മറ്റേതിൽ അങ്ങനെ പേയ്മെന്റ് need not be stopped even if the drawer dies or become insolvent. It is used as means of payment, used as means of financing trade. Trade finance ചെയ്യാൻ വേണ്ടിയിട്ടാണ് bill of exchange അധികം യൂസ് ചെയ്യുന്നത്. Then what are the types of checks ആ പറയുന്നത്? bearer check ഉണ്ട്, order check ഉണ്ട് കേട്ടോ. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്തൊക്കെയാണ് bearer ചെക്കും ഓർഡർ ചെക്കും. bearer check എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് മേഡ് പേയബിൾ ടു ദി ബെയർ. അത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്ക് പേയ്മെന്റ് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിലൊരു ചെക്ക്, ഞാൻ എഴുതിയ ഒരു ചെക്ക് ഞാൻ ഒപ്പിട്ടു, ഞാൻ അതുകൊണ്ട് തന്ന പേയ്മെന്റ് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് ബാങ്കിൽ ചെന്നാലും പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആരുടെ കയ്യിലാണോ അതിരിക്കുന്നത് അവർക്ക് പേയ്മെന്റ് കിട്ടുന്ന ചെക്കിനെയാണ് പറയുന്നത് bearer check എന്ന് പറയുന്നത്. അതിനകത്ത് പേ നീഡ് നോട്ട് ബി നെയിംഡ്. അവിടെ ആർക്കാന്നൊന്നും നമ്മൾ പേര് എഴുതുന്നില്ല. ഒന്നില്ലെങ്കിൽ പേ ക്യാഷിന് എഴുതും, അല്ലെങ്കിൽ പേ സെൽഫ്, എനിക്ക് തന്നെ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പൊ ആരാണോ ആ ചെക്ക് കൊണ്ട് ചെല്ലുന്നത് കൗണ്ടറിൽ അവർക്കായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പൊ ബാങ്കിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അതിന്റെ ശരിക്കുള്ള ഓണറെ കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്നാലും ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ അതിന്റെ പുറത്തൊന്ന് സൈൻ ചെയ്യാൻ പറയും. അത് ഈ സൈൻ ചെയ്തിരിക്കുന്ന സെയിം സിഗ്നേച്ചർ ആണോ പുറത്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി സൈൻ ചെയ്യാൻ പറയും. അതുപോലെ ആർക്കാണ് പേയ്മെന്റ് നടത്തിയതെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ബാക്കിൽ സൈൻ ചെയ്യാൻ പറയുന്നത്. അതേസമയം ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേര് എഴുതിയിരിക്കും.
പേയുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിരിക്കും കേട്ടോ. പേ ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പേര് പേ ടു മുഹമ്മദ് ഫയാസ് അങ്ങനെ പേര് അവിടെ പറഞ്ഞിരിക്കും. ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓർഡർ ചെക്ക്. ആ ഓർഡറിൽ പറയുന്ന ആൾക്കാണ് കൊടുക്കുന്നത്. പേ മസ്റ്റ് ബി ഹ്യൂമൻ ബീയിങ്, കോർപ്പറേറ്റ് ബോഡീസ് ഓർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓർ ലോക്കൽ അതോറിറ്റീസിനൊക്കെ ആകാം പേര്. ഇപ്പൊ പേ ടു അല്ലമീൻ കോളേജ് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ കോളേജിന്റെ അക്കൗണ്ടിലോട്ടായിരിക്കും പേയ്മെന്റ് പോകുന്നത്. ഫീസൊക്കെ നിങ്ങൾ അടയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ അത് ഓർഡർ ചെക്ക് ആയിരിക്കും. ഓക്കെ. അപ്പൊ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ അത് ബെയർ ചെയ്യുന്ന ആൾക്ക്, അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കൊടുക്കും. ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൽ പേര് എഴുതിയിരിക്കുന്ന ആൾക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓർഡർ ചെക്ക് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം പേഴ്സൺസ് ടു പേഴ്സൺ ബൈ മിയർ ഡെലിവറി. പക്ഷെ എൻഡോസ് ചെയ്യണം. നമ്മൾ സൈൻ ചെയ്തിട്ട് എൻഡോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി സൈൻ ചെയ്തിട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗിഫ്റ്റ് ചെക്ക് ഉണ്ട്. അത് നമുക്കിങ്ങനെ മാരേജിനും അല്ലെങ്കിൽ നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രസന്റ് ആയിട്ട് കൊടുക്കുവാണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണ്, ബർത്ത്ഡേ, വെഡിങ് അങ്ങനെയൊക്കെ. അത് 100, 10,000 അങ്ങനെ ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും. അത് നമ്മൾ ബാങ്കിൽ ചെന്ന് ഗിഫ്റ്റ് ചെക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കത് അവര് ഗിഫ്റ്റ് ചെക്ക് ആക്കി നമുക്ക് തരും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചെക്കിലെ ഡേറ്റ് ഇടുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഡേറ്റിംഗ് ഓഫ് ചെക്സ് എന്ന് പറഞ്ഞാൽ ചെക്കിന്റെ ഡേറ്റിംഗ് അല്ല, ചെക്കിന്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ചെക്കാണ്. നമ്മൾ ചെക്കിൽ ഡേറ്റ് ഇടണം. ഡ്രോയർ ഓഫ് ചെക്ക് ഈസ് റിക്വയർഡ് ടു ഡേറ്റ് ദി ചെക്ക് ആണ്. If the drawer fails to date the check, holder should date it before it's presented for payment. നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് ഡേറ്റ് ഉണ്ടായിരിക്കണം. അൺഡേറ്റഡ് ചെക്ക് ആണെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യും കേട്ടോ. അൺഡേറ്റഡ് ചെക്ക് ആണെങ്കിൽ അത് എന്താ സംഭവിച്ചു?